ഹായ്, വെൽക്കം ബാക്ക് ടു കുട്ടീസ് ഇൻ ബാംഗ്ലൂർ. അപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇന്നെന്താ ഈ രാത്രിയിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന്. വേറൊന്നുമല്ല, ഇതൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്. നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോകുവാണ്. പക്ഷെ ഞങ്ങൾക്ക് എവിടാ പോണേന്നൊന്നും അറിയത്തില്ല. ചിലപ്പം ബാംഗ്ലൂർ എത്തും, ചിലപ്പം ചിക്മംഗ്ലൂർ ആയിരിക്കും. എങ്ങനെ ഒരു പ്ലാനും ഇല്ലാതെ നമ്മൾ ഇന്ന് പോകുവാണ്. അപ്പം നമ്മുടെ വ്ലോഗ് നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കാണണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. വണ്ടർല മൈസൂർ സൈഡാ ചിക്മംഗ്ലൂരാ? അപ്പം നമ്മള് രാജാജി നഗർ എത്തിയിട്ടുണ്ട്. നമ്മള് നേരത്തെ മുരുകേഷ് പാളയെന്നായിരുന്നു നമ്മൾ നേരത്തെ വ്ലോഗ് എടുത്തത്. ഇപ്പൊ നമ്മള് രാജാജി നഗർ ഇപ്പൊ ഒരു 2:45 നമ്മളിപ്പം വിശന്നിട്ട് നമ്മള് കഴിക്കാൻ പോകുവാണ്. അപ്പൊ അവരൊക്കെ കഴിച്ചിട്ടുണ്ട്. രാത്രി 2:45 വിശക്കണേ. അപ്പൊ കറി എടുത്തില്ലേ? കറി ഞാൻ കാണിക്കുന്നത് കഴിക്കില്ലേ? ഞാൻ കഴിക്കുന്നതാണ്. വേഗം കാട്ട്, എനിക്ക് വിശന്നിട്ട് ചെയ്യാം. അപ്പൊ എന്താ നമ്മളെ എന്ത് കറിയാണ്? ചിക്കൻ കറി, ചിക്കൻ കറി. ഇതെന്തൊരു കറി? മുട്ടക്കറി, ലേസ്, എന്തൊക്കെയോ ഉണ്ട് ഇവിടെ, എന്തൊക്കെയോ ഉണ്ട് സംഭവം. എല്ലാരും കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് ബാക്കിയുള്ള വ്ലോഗ് കാണാം. അപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിഞ്ഞ് തിരിച്ച് കാറിൽ കയറി. ഇനി നമ്മള് ഇപ്പൊ 3 മണിയായിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ ഇവിടുന്ന് ചിക്മംഗ്ലൂർ ഡയറക്റ്റ് പോകുവാണ്. അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ. നമുക്ക് തുംകൂർ വഴിയല്ലേ? നോക്ക് മാപ്പ് അവിടെ. എന്തിനാണ് ഫ്രണ്ടിൽ കയറിയിരിക്കുന്നത്? അപ്പൊ നമ്മൾ ഇല്ലില്ല, വ്ലോഗ് എടുക്കുന്നുണ്ട്. പണ്ടാര പാട്ടില് വണ്ടി പാട്ടും പാടാറില്ല. അതെ, വണ്ടി എടുത്തപ്പം നല്ലോണം ഒന്ന് ചതിയായി പോയി. ബ്ലൂടൂത്ത് വർക്ക് ചെയ്യുന്നില്ല. അടിപൊളി പാട്ടാക്കാം. അതെ, നല്ല ഊളപ്പാട്ട്. കോഫി ടീയാ? എനിക്ക് എന്താണേലും കുഴപ്പമില്ല. ആൾക്കൊരു കാപ്പി, എനിക്കൊരു കാപ്പി. കാപ്പി 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 ചായ 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 കോഫി കോഫി. അപ്പം ഉറക്കം എല്ലാം കഴിഞ്ഞ് ആരും ഉറങ്ങി? നീ എപ്പോ ഉറങ്ങി? എവിടെ ഇറങ്ങി? ഞാൻ ഉറങ്ങിയില്ല. അപ്പം ഡ്രൈവർ ഹലോ. ഹായ് ഡ്രൈവർ. ഭരത്തിനെ കാണിക്കും നമുക്ക് പിന്നെ. ഇതേണ്ട ഇവിടെ ഒരാൾ ഉറങ്ങുന്നതാണ്. റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ടാണ്. PP കിട്ടാന്ന്. ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ചോയ് ചോയ് ചായ് ചായ്. ഇനി നമ്മൾ എങ്ങോട്ടാലിയ? നമ്മൾ ഇനി ഇവിടുന്ന് ഒരു കോഫി വിഷ്ണു പറയുന്നത് നമ്മൾ പബ്ലിക് പറഞ്ഞേ. എന്തിനാണ് ഇത്ര നാണം? ഗുഡ് മോർണിംഗ് സിന്ധു.
അപ്പം ഒരു 1.5 hour ജേർണി കഴിഞ്ഞിട്ട് നമ്മളിവിടെ കോഫി കുടിക്കാൻ നിൽക്കുവാണ്. ഇവിടെ എല്ലാം നല്ല തണുപ്പാണ്, അതാണ് എല്ലാരും ഇങ്ങനെ നിക്കുന്നത്. അല്ല കണ്ടോ, എല്ലാരും കോഫി കുടിക്കാണ്. നല്ല ചൂട് കോഫി. എവിടെയാണ് ഇത്? നന്ദിനി പാർലർ. ഈ സ്ഥലത്തിന്റെ പേരെന്താ? നമുക്ക് സ്ഥലത്തിന്റെ പേരൊന്നും അറിയില്ല, സോറി. അപ്പം ഈ സ്ഥലത്തിന്റെ പേരാണ് ബെല്ലൂർ ക്രോസ്. നമ്മൾ ചായ കുടിക്കാൻ പോകുകയാണ്. അപ്പം ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളിങ്ങനെ തിരിച്ച് യാത്ര തുടരുകയാണ്. അപ്പം വിഷ്ണുവാണ് ഇനി വണ്ടി എടുക്കുന്നത്. ബാക്കിൽ എന്തൊക്കെയോ ഭയങ്കര ഡിസ്കഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അവിടുത്തെ ലൈറ്റ് ഒക്കെ ഉള്ളോ? അപ്പൊ ഇനി നമുക്ക് ഡയറക്റ്റ് ഞങ്ങളെ റോഡൊന്ന് കാണിച്ചു തരാവേ. പൊളി റോഡാണ്, ഇതിന് കാണുന്നുണ്ടാവും. പാട്ടിടടാ, ഞാൻ എങ്ങനെ പാടാൻ? അറ്റ്ലീസ്റ്റ് ഫോണിലെങ്കിലും. ഞാൻ എന്റെ ഫോണിൽ വെക്കാം, സെറ്റ് സൗണ്ടാണ്. ഞാൻ ഇപ്പൊ ദീപ്തിനെ വിളിച്ച ഫോണിൽ സംസാരിക്കും, പൊളിക്കും. അതോ എനിക്ക് ഉറക്കവും വരില്ല. നിങ്ങൾക്കൊന്ന് അയച്ചാലോ? മംഗലാപുരത്തേക്ക് വന്നോണ്ടിരിക്കുന്ന ചിക്മംഗ്ലൂർ നമ്മൾ എഴുതിയ പോസ്റ്റ് വന്നിട്ട്, അതാണ് അവിടെ വിചാരം ചിക്മംഗ്ലൂർ മംഗലാപുരത്തിന്റെ അടുത്താണ് വിചാരിക്കാണ്. എല്ലാരും ഫോണിൽ കളിച്ചോണ്ടിരിക്കുവാണ് ഇവിടെ. ഇവിടെ ഒരു സ്ഥലത്ത് ഫോട്ടോഷൂട്ട്. ഒരു ഹായ് പറയൂ. ഹായ്, ഇവിടെ എല്ലാരും അപ്ഡേറ്റഡോ? ചാർജ് ചെയ്യുന്നുണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാലാവസ്ഥയാണ്. എന്റെ കൈ ഓടാൻ പോയാലും റണ്ണിങ് റേസ്. റേസ് ഒന്നും എന്റെ കാല് ഓടിയോടി ഇപ്പൊ സോ ഹലോ എല്ലാവരും. അനിലെ, അപ്പോ വണ്ട വേല് ഞങ്ങള് കുറച്ചുപേരെ നിർത്തിയതാ, ഒരു 10 മിനിറ്റ് നിർത്തിയതാ. നല്ല ക്ലൈമറ്റ് ഒക്കെ കണ്ടില്ലേ? മാംഗ്ലൂർ ഹൈവേ ആണ്, നല്ല നൈസ് വൈബാണ്. ബാംഗ്ലൂർ ഹൈവേ. ഞാൻ തലയില് ഞാൻ പുറമോള് കാണിച്ചത് എന്തുവാ? നീ ക്യാമറ തിരിച്ചു കാണിക്കുക, എന്നാലേ എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ. റോഡൊക്കെ കാണിക്കും. റോഡ് കാണിക്കും അല്ലേ? ഇതാണ് റോഡ്. റോഡ് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആഹാ, ഇവിടെ എല്ലാരും കാണിച്ചു കൊടുക്കും. അപ്പം നമ്മുടെ ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് വണ്ടിയിലാണ്. റോളർ കോസ്റ്റർ റൈഡാണ് ഇപ്പൊ കാണാൻ പറ്റുമായിരിക്കും. കാണിച്ചു തരാൻ നിങ്ങൾക്ക്. ഇതാണ് ഇപ്പൊ
the driver. Shaila, how is the ride going? നല്ല ക്ലൈമറ്റ് ആണ് പുറത്ത്. വീഡിയോ ഒന്നും ശരിക്കും എടുക്കാൻ എടുക്കാൻ പറ്റില്ല പറ്റുന്നില്ല ബിക്കോസ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കാണ്. നല്ല ക്ലൈമറ്റ് എന്ന് പറയുന്നത് അപ്പം കേറിയപ്പം വണ്ടി കേറിയപ്പം മുതല് ഇവിടെ ഒരാൾ നല്ല ഉറക്കമാണ്. എവിടെയെല്ലാം നിർത്തുമ്പോ മാത്രം ഇറങ്ങും, അല്ലാത്തപ്പോഴെല്ലാം തലപൊക്കി നോക്കും. അത് അല്ലാത്തപ്പോഴെല്ലാം നല്ല ഉറക്കമാണ്. അപ്പൊ ഞങ്ങൾ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാ എന്താ ഒന്നും നമുക്കറിയില്ല. നോ തീരുമാനം. ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എവിടെയെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ ചെന്നെത്തായിരിക്കും അല്ലേ? ഇല്ലെങ്കിൽ ഏതായാലും രാത്രി വീട്ടിൽ പോകും. എവിടെ കിട്ടി? ലെമൺ ഓ ലെമൺ കിട്ടിയില്ല. അപ്പൊ ലെമണിന്റെ സ്മെൽ വന്നതോ? ഏ ഭരത് സിംഗ് സോങ് നോ. പാട് Where, man? You're feeling hungry. Oh, yeah, man. lemon also. Ask them to make a lemon soda for you. Ready-made will get, man. എടാ if it is not lemon soda take one. അപ്പം കൊറേ ലോങ് ഡ്രൈവിന് ശേഷം ഞങ്ങള് ഇടക്കൊന്ന് നിർത്തി. 30 kilometers കൂടെ ഉണ്ട്. ഇനി എത്ര കിലോമീറ്ററാ? 30 kilometers. ഇനിയും 30 kilometers പോകാനുണ്ട്. അതിനിടക്ക് ഞങ്ങളൊന്ന് നിർത്തി ഫുഡ് കഴിച്ചു. പക്ഷെ ഫുഡ് കഴിച്ചത് കൊള്ളത്തില്ലായിരുന്നു. ഒരു അന്നപൂർണ്ണ റെസ്റ്റോറന്റ്. എന്റെ ചെറിയൊരു സജഷൻ ആയിരുന്നു. കാരണം ഒരു 10-20 കിലോമീറ്ററായി ഒരു റെസ്റ്റോറന്റ് തരഞ്ഞു വരുന്നത്. ഒരു റെസ്റ്റോറന്റിൽ ആരെങ്കിലും റെസ്റ്റോറന്റ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മംഗലാപുരം റൂട്ടിൽ ഇട്ടോളൂ. മംഗലാപുരം എത്തുന്നതിന് ഒരു 30 കിലോമീറ്റർ മുന്നേ അവർ നല്ലൊരു റെസ്റ്റോറന്റ് ഇട്ടോ. സംഭവം ബിസിനസ് പിടിക്കും. ഒരാൾക്ക് അതിനിടക്ക് വോമിറ്റിംഗ് ഒക്കെ ആയിട്ട് നമ്മള് പെട്ടെന്ന് ഒരു ഹോട്ടലിൽ കയറിയത് കഴിക്കാനായിട്ട്. വോമിറ്റിംഗ് ആയുള്ള ഫേസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഫേസ് കാണിച്ചു തരാം. സിന്ധു, അയ്യോ സന്തല സിന്ധു. അപ്പൊ അങ്ങനെ കയറിയതാണ്. പക്ഷെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഇനി പിന്നെ ആ ഹോട്ടലിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാ അവിടെ വലിയ റെസ്റ്റോറന്റ് ഒക്കെയാണ്. അല്ല വലിയ റെസ്റ്റോറന്റ് ആണ്. സംഭവത്തില് ക്യാഷും ഇല്ല. അല്ല ക്യാഷ് മാത്രം എടുക്കത്തുള്ളൂ. ഗൂഗിൾ പേ ഇല്ല, ഫോൺ പേ ഇല്ല, കാർഡ് പോലും ഇല്ലാത്ത ഒരു റെസ്റ്റോറന്റ്. പേടിഎം ഇല്ല, ഗൂഗിൾ പേ ഇല്ല, ഒന്നുമില്ല. ഗൂഗിൾ പേ ഒരു കാർഡ് പോലും ഇല്ലാത്ത റെസ്റ്റോറന്റ് ഞാൻ കണ്ടിട്ട് കുറെ കാലം. എന്തായാലും വളരെ വളരെ സന്തോഷം. മനസ്സിൽ എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? വിഷ്ണു എന്തെടുക്കാണ്? ഇടയില് രണ്ടുപേരുണ്ട്. സേ ഹായ് ബ്രോ. അനിൽ ബ്രോ. അനിൽ ബൊറോയല്ല, ബ്രോ. അതന്നെ ഞാനും ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞ അനിൽ ബോറോ. ഭാരതപ്പുഴയോ? മാംഗ്ലൂർ എവിടെയാടാ ഭാരതപ്പുഴ? മാംഗ്ലൂർ പുഴ. ഇത് മാംഗ്ലൂർ പുഴ. യാ എനിക്ക് നീന്താറിയില്ല. അപ്പോ സംഭവം പൊളിയാണ്. ഇതിപ്പോ എവിടെയൊക്കെ എത്തി. ഇപ്പൊ ഇത്രയും ദൂരം വരികയൊക്കെ ചെയ്തു. വരുമ്പോ ഒരു ഇൻട്രസ്റ്റ് ഇങ്ങനെ വന്നു. ഇപ്പൊ തിരിച്ചു പോകണ്ട ഇതേമാതിരി വീട്ടിക്ക്. എന്തൊക്കെ ആവോ എന്തൊക്കെ. വിഷ്ണു അവിടെ എന്തൊക്കെയോ എന്തൊക്കെയോ ചുറ്റിക്കളികൾ. Come on, man. Come on, man. പിന്നെ ഭരത് ഒരു പാട്ട് പാടാ പറഞ്ഞ്. ഹി വിൽ സിംഗ് എ സോങ്. റൂത്തോ ടയറിൽ ഇത്രയും നേരമായിട്ട് അലമ്പ് കാണിച്ചുകൊണ്ടിരിക്കുക. Bharat sing a song, no? No, you have to sing, or else Ansu will sing. Ansu will sing that one song, only one. Bahubali song. അതങ്ങോട്ട് വിട്ട് കഴിഞ്ഞാ പിന്നെ ആൾക്കൊരു Ansu പാടടി 2 lines. അങ്ങനെ പറയല്ലേ. ആൾ ഓൾറെഡി പറഞ്ഞിട്ടിരിക്കുകയാണ്. റുസിയ പേസുരേ.
Not only even we are asking why this Kolavaridi. ഷായുടെ ഡ്രൈവ് ഒക്കെ ചെയ്ത് ക്ഷീണിച്ചു. ഇപ്പുറത്തെ ഒരാൾ റെസ്റ്റ് എടുക്കാൻ കാണിച്ചു കൊടുക്ക്. റെസ്റ്റ് എടുക്കുന്ന ഒരാൾ ശല്യപ്പെടുത്താൻ വേണ്ടിട്ട് വന്നിരിക്കുന്നു. പോയി ശല്യമേ. വയ്യ സീറ്റ് ഫുള്ള് സീറ്റ് ഫുള്ള് ചാടുത്തിരിയാണ്. കൈകാലൊക്കെ കടയുന്ന കാര്യ എന്ത് ചെയ്യണ്ടേ? നീ അവിടെ കിടന്നോ? ഞാൻ കിടക്കട്ടെ? അങ്ങനെ 10 മണിക്കൂറത്തെ ഡ്രൈവിന് ശേഷം നമ്മൾ അങ്ങനെ പനമ്പൂർ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ സിറ്റുവേഷൻ എന്താന്ന് നോക്കാം. എന്തെങ്കിലും പറയാനുണ്ടോ മനസ്സിൽ നിനക്ക്? ഒന്നും പറയാനില്ല, പോയിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വണ്ടിയിലിരുന്ന മടുത്തോടി. കൊറേ ആൾക്കാരുണ്ട് ഇവിടെ. ആ കൊറേ മടുത്തു. ബിക്കോസ് ഞാൻ പുറകെ ഇരിക്കായിരുന്നു. ഞാൻ റോളർ കോസ്റ്റർ പോലായിരുന്നു പുറയില്. ഞാനും ബാക്കിലായിരുന്നു. എല്ലാം പെയിൻ. ഞാനും ബാക്കിലായിരുന്നു. ഞാൻ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കുറച്ച് ഫ്രണ്ടിൽ വന്നിരുന്നത്. അതും ഷായിട്ടായിരുന്നു ഓടിച്ചോണ്ടിരുന്നത്. ഈവൻ മോർ വേഴ്സ്. So what about vomiting girl? സിന്ധു ഫുൾ Vomiting. ഒരു 5-6 പ്രാവശ്യം വോമിറ്റിംഗ്. അയ്യോ ഞാൻ എത്തി. She didn't have breakfast also. She just had one പനമ്പൂർ ബീച്ചിന് വേറൊരു പേരുണ്ട് കേട്ടാ, സുൽത്താൻ ബത്തേരി ബീച്ച്. അത് വയനാടല്ലേ സുൽത്താൻ ബത്തേരി? സുൽത്താൻ ബത്തേരി ബീച്ചിൽ നീ ഗൂഗിളിൽ അടിച്ചു വെക്കുക, പനമ്പൂർ ബീച്ചിലേക്ക് വരും. അയ്യോ വാട്ടർ. ആ വോമിറ്റിംഗ് വന്നിട്ട് ബീച്ചിൽ വന്നിട്ട് ആദ്യമായിട്ടാണ്. അയ്യോ കടല് വാട്ടർ, കടല് ഫുള്ള് കണ്ടോ വെള്ളം കണ്ടപ്പോ ആളുടെ വോമിറ്റിംഗ് ഒക്കെ പോയി. ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കാറിൽ വെച്ചിട്ട് വെള്ളം കാണിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇവിടുത്തെ ഇതൊക്കെ ഒന്ന് കാണാം. ഇതാണ് മാംഗ്ലൂരുള്ള പനമ്പൂർ ബീച്ച്. അതിൽ കയറാൻ പറ്റുമോ പോലെ? അവൾ ഓൾറെഡി ഓടുന്നു. ഡക്കൊക്കെ കണ്ടിട്ട് എടി അത് കൊച്ചു പിള്ളേരുടെയാ. അതിനകത്ത് കേട്ടില്ലേ? എടി ഇവിടെ ഇതൊക്കെ ഉണ്ടല്ലോ. എവിടെ അതിലെ വാഷ്റൂം. അത് വാഷ്റൂം അല്ലേ? അപ്പൊ ഇതാണ് മാംഗ്ലൂരുള്ള പനമ്പൂർ ബീച്ച്. 10 മണിക്കൂറത്തെ ട്രാവലിന് ശേഷം ഞങ്ങൾ എത്തിപ്പെട്ട സ്ഥലമാണിത്. ആൾക്കാരില്ലാത്ത ലാസായിട്ടാണ് അവിടെ കുറവാ. There people are less. Then we'll go there. Wait, അത് മാറുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ബീച്ചിൽ തന്നെയാണ് ഇപ്പൊ ഉള്ളത്. എല്ലാരും കൊറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ആ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ ആ ഫോട്ടോസ് എല്ലാം ഇൻസ്റ്റയിൽ ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാരും ഞങ്ങളുടെ ഇൻസ്റ്റ ചെക്ക് ചെയ്യുക. നല്ലത് ഇവിടെ ഒന്ന് വന്ന് കണ്ടാൽ മതി. ഇവിടെ വിറ്റാണ് സംഭവം, അടിപൊളി സ്ഥലമാണ്. എല്ലാരും ഒന്ന് വന്ന് കാണുക. ഇപ്പോഴും അവരെല്ലാരും കളിച്ചോണ്ടിരിക്കാണ്. ലൈഫ് ഗാർഡ് വന്ന് കേറാൻ പറഞ്ഞിട്ട് പോലും കേറുന്നില്ല ആരും. വെള്ളത്തിനെന്തോ കുറച്ച് ഒഴുക്കൊന്ന് കൂടുക, എന്തോ പ്രശ്നം വന്നിട്ട് അവര് ഇപ്പൊ ഫുള്ള് കയറാൻ പറഞ്ഞതാ. എന്നാണ് പ്രശ്നം പറഞ്ഞ വിഷ്ണു? അടിയൊഴുക്ക് കൂടുക എന്തോ പ്രശ്നമായി പറഞ്ഞിട്ട് അവര് ഇപ്പൊ ഫുള്ള് കയറാൻ പറഞ്ഞതാ. അറിയില്ല, അടുത്ത എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലും പ്ലാൻ ഇടും. നമ്മൾ എവിടെ വരട്ടെ അവിടെ എത്തി. അതേപോലെ എന്തെങ്കിലും പ്ലാൻ നമുക്ക് ഇനിയും പ്ലാൻ ഒന്നും ഇല്ല. നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. ഇപ്പൊ ഇറങ്ങിയിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് ഇറങ്ങുവാണ്. സോ ബീച്ചിലെല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ കുളിച്ച് എല്ലാം റെഡി ആയിട്ട് ഇനി എങ്ങോട്ട് പോണമെന്നറിയാതെ നിൽക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ട്. ഇതുവരെ എത്ര മണിയായി? 3 മണിയായി ലെൻസ്. 3:47 ഇതുവരെ ലഞ്ചൊന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല. അപ്പൊ ഷാഹിദ് എന്താ പ്ലാൻ? ഇപ്പൊ ബിസ്ക്കറ്റ് വെച്ചോണ്ടിരിക്കണേ. ഹായ് അനിൽ. Me too. Good. Hide and seek.
ഫുഡ് നമുക്ക് ബീച്ചിന്റെ ഓരത്തുള്ള തട്ടുകടയിൽ നിന്നാക്കാം. വരും. അപ്പൊ നമുക്ക് ഫുഡ് കടയിലോട്ട് പോവാം. നമുക്കപ്പം തട്ടുകടയിലേക്ക് പോകാം ഫുഡ് കഴിക്കാൻ. ഇവിടെ തന്നെ ഇട്ട് ഷാഹിദ് വണ്ടി ലോക്ക് ചെയ്യുവാണ്. നമ്മളപ്പം ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പോകുകയാണ്. എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് നടക്കുവാണ്. എന്നാടാ ഡിക്കി അടയ്ക്കാതെയാണ് നമ്മളെല്ലാരും ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അപ്പം ഷാഹിദ് എല്ലാം നോക്കി ദേ വരുന്നുണ്ട്. വിശന്നിട്ടാന്ന് തോന്നുന്നു ഷാഹിദ് ഫുഡ് ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചിട്ട് നിൽക്കുന്ന. അവരവിടെ ഇരിപ്പുണ്ട്. എന്താ സിവിക് ഫാസ്റ്റ് ഫുഡ്. അവിടെ നിന്നാണ് നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ പോകുന്നത്. എന്താ കഴിക്കുന്നത് നമുക്ക് നോക്കാലോ. എല്ലാവരുടെ കയ്യിലുള്ള ഫോട്ടോസ് ഷെയർ. ആരൊക്കെ കയ്യില് ഫോട്ടോസ് ഉണ്ട്? എന്റെ ഇല്ല, സിന്ധുവിന്റെ ഇല്ല, ഷാഹിദിന്റെ ഫോൺ ഉണ്ടെന്ന് അനിൽ. എന്റെ നിങ്ങളെ ഉണ്ടാക്കി ബീച്ചിൽ എന്താണ് എന്റെ ഫോൺ നോക്കില്ല. അപ്പൊ നമ്മള് ഫുഡ് എല്ലാം കഴിച്ച് ഇപ്പൊ എത്ര മണിയായി? 4:45. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇനി അങ്ങോട്ടാ ബാംഗ്ലൂർ ഞങ്ങളെ രാജ്യത്തേക്ക് പോവാ. അതെ. അപ്പൊ പോകുന്ന വഴിയുള്ള വിശേഷങ്ങൾ. സോ ഇതാരാന്നറിയോ? ഭരത്. say hi. സോ ഹായ് പറഞ്ഞവർ മതി. സംതിങ് എൽസ് മാൻ. യു കം ആൻഡ് ടെൽ ഹായ് ഹായ് ഹായ്. അപ്പൊ ഞങ്ങൾ ഇരിക്കുന്ന അറേഞ്ച്മെന്റ്സ് ഒക്കെ മാറി അൻസിന്റെ അടുത്ത് വന്നു. ഞാൻ നിന്റെ അടുത്ത് തന്നെ അല്ലായിരുന്നു? അല്ല, ഞാൻ അത് കഴിഞ്ഞ നീ ബാക്കില്, ഞാൻ ഇവിടെ അല്ലായിരുന്നോ? 10 മിനിറ്റ് അതിന് ബാക്കിൽ അവന്മാര് ഞങ്ങളിതേ പോകുവാണ്. അപ്പം പോകുന്ന വഴിയുള്ള വിശേഷങ്ങളും എല്ലാം നിങ്ങളെ കാണിക്കുന്നതാണ്. ഓക്കെ. നിങ്ങളെല്ലാരും കണ്ടതല്ലേ, ബീച്ചിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് വണ്ടി ഓടിച്ചോണ്ടിരുന്നത് ഷാഹിദായിരുന്നു. 10 മിനിറ്റ് പോലും കഴിഞ്ഞില്ല. ഇപ്പൊ ആരാന്ന് കണ്ടല്ലോ, നമ്മുടെ അനിലാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ നിങ്ങളെല്ലാരും വിചാരിക്കും ബീച്ചിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് ഷാഹിദ് എന്തിയെ ഉറങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അടിച്ച് ഷാഹിദായിട്ട് മൊത്തം ഇന്ന് ഞാൻ വണ്ടി ഓടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഷാഹിദ് എവിടെ പോയെന്ന് വിചാരിക്കും. ഇപ്പം കാണിച്ചു തരാം ഷാഹിദ് എവിടെ. കിടന്നുറങ്ങുന്നു. ആള് ഫ്ലാറ്റാണ്. ഉറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതൊക്കെ ആയിട്ട് ഭയങ്കര നല്ല ഉറക്കത്തിലാണിപ്പോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്നലെ രാത്രി ഒന്നും അവന് ഉറങ്ങിയിട്ടില്ല. ബാക്കി എല്ലാരും ഇവിടെ ഉറങ്ങി. നീ ഉറങ്ങിയിട്ടില്ല, ഞാനും ഉറങ്ങിയിട്ടില്ല. നീ ഉറങ്ങിയിട്ടില്ല. ബാക്കി എല്ലാരും ഉറങ്ങി. നമ്മള് 3 നേരം മാത്രം ഉറങ്ങാത്തുള്ളൂ. പിന്നെ അവൻ വണ്ടി ഓടിക്കാറുണ്ട്. പിന്നെ ആ ക്ഷീണമൊക്കെ കാണും. എന്നാലും ഇത് ഫുള്ള് രാത്രി വണ്ടി ഓടിക്കാന്ന് പറഞ്ഞ ഷാഹിദ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? കുറച്ചുകൂടെ കണ്ടില്ലേ എവിടെയാണെന്ന്? കുറച്ച് കഴിയുമ്പോ എണീക്കുമായിരിക്കും. കാരണം ഇവന്മാർക്ക് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം 30 മിനിറ്റ് കഴിഞ്ഞിട്ട് എല്ലാ സംഭവവും നമുക്ക് കാണിച്ചു തരാം കേട്ടോ. മണിക്കൂറായി. ഞങ്ങളൊരു ഇനിയൊരു 6 hours അതുകൊണ്ടാണ്. ഇനിയൊരു 6 hours ഉണ്ട് നമുക്ക് ബാംഗ്ലൂരിലേക്ക്. അതിന് മുന്നേ വണ്ടിയിലെ ചില കാഴ്ചകൾ നമ്മൾ കാണിച്ചു തരുന്നതാണ്. ഇതല്ല ഉദ്ദേശിച്ചത്. അത് പെട്ടെന്ന് ഇവിടെ ബ്രേക്ക് ആയതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. വേറെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരും. ഇത് കണ്ടോ?
ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ, ഛർദിച്ച് ഒരാളെ കിടന്ന് നല്ല ഉറക്കവാ. അപ്പം ഛർദിച്ച് കിടന്ന ആളെ കണ്ടല്ലോ, ആള് ഇന്നലെ രാത്രി നമ്മൾ ട്രിപ്പ് തുടങ്ങിയപ്പോ മുതൽ ഇപ്പം വരെ വണ്ടി കയറുമ്പോഴല്ല ആള് ഫ്ലാറ്റാണ്. ഇനി വേറൊരാളെ കാണിച്ചു തരാം. ഇവരല്ലല്ലോ ഷായത് അതൊന്ന് എടുത്തേടാ. സീറ്റ് ബെൽറ്റ് കിട്ടേ ഉറങ്ങത്തുള്ളൂ. അപ്പം നമ്മള് മാംഗ്ലൂരിന്ന് വന്നിട്ട് ദേ ഇപ്പം നെല്ലിയാടിയൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മള് ചായ കുടിക്കാനായിട്ട് നിർത്തിയത്. യെസ് യെസ്. അപ്പം നമ്മള് നെല്ലിയാടിയൊക്കെ കഴിഞ്ഞ് കൊറേ നേരമായി. ഇപ്പൊ ഒരു എത്ര മണിയായിരുന്നു? ഇപ്പൊ ഒരു 6:55, 7 മണിയാണ്. ഓൾമോസ്റ്റ് 7 ആയി. ഇനി നമുക്കൊരു 5 hours ട്രാവൽ ഉണ്ട് ഇവിടുന്ന്. ഇപ്പൊ ഒരു സ്ഥലത്താണ്. ഏത് സ്ഥലമായത്? നെല്ലിയാടി കഴിഞ്ഞു എന്നറിയാം. ഷായത് ഇത് ഏത് സ്ഥല? ശശി ഷായത് റെസ്റ്റ് എടുക്കാൻ പോവാ. ഷായത് റെസ്റ്റ് റൂം ഇല്ലാത്തതുകൊണ്ട് അവൻ എവിടെയെങ്കിലും ഒക്കെ റെസ്റ്റ് എടുക്കും. വിഷ്ണു അവിടെ റെസ്റ്റ് എടുക്കണ്ടേ? ഇത് കണ്ടോ? അത് ഏത് സ്ഥലം? ഏതാ സ്ഥലം എന്ന് എനിക്കറിയില്ല. നെല്ലിയാടി കഴിഞ്ഞു. നെല്ലിയാടി വരെ ഞാൻ മാപ്പ് നോക്കിയതുകൊണ്ട് എനിക്കറിയാം നെല്ലിയാടി കഴിഞ്ഞിട്ടുണ്ട് എന്ന്. ഒരാൾ ഇപ്പോഴും കാരണത്ത് തന്നെ ഉറക്കമാണ്. നെക്സ്റ്റ് ഓർക്കാനോ? ഹലോ മാഡം. ഓൾവേസ് സ്ലീപ്പിംഗ് ഡേ. ഡൗൺ ഡൗൺ. അവൾക്ക് ചെയ്യാറില്ല. ഡൗൺ ഡൗൺ. She's trying but she can't do it. Will open. What you are doing? Always sleeping. Why bro? Not well? I will take. You tell something. I think so. You took but now again. What happened? Vomiting. What? Hey, don't do Now feeling better? Yeah. Yeah. Why you are not drinking coffee? I don't like these things. Whoa, from college days you used to drink, no? I will upload all those things. Shahid rest ചെയ്തിട്ട് വന്നടി. Yeah, Shahid. Next target is Shahid. You sleep, bro. See. ഹായ്. നിനക്ക് ഹായ് മാത്രം പറയാനേ അറിയോ? ഇപ്പൊ തൽക്കാലമായിട്ട് ഹായ് മാത്രം പറയാറില്ല. എനിക്ക് ഇച്ചിരി വെള്ളം തരുമോ? ഷാഹിദിന്റെ ഫോണാണോ അടിക്കുന്നത്? പെട്ടു, തീർന്നു. ഞാൻ എടുത്തിട്ട് വേണ്ടി കാണില്ലേ? കണ്ടോ, എനിക്കുള്ള കോഫിയാണെന്ന് തോന്നുന്നു അൻസു കൊണ്ടുവരുന്നത്. Vlog എടുക്കുവാണോ? യെസ് താങ്ക് യു. കണ്ടോ, ഇവൻ ഒറ്റ സ്നേഹമില്ല, അതുകൊണ്ട് ഇവൻ ഒറ്റക്ക് നിന്ന് കുടിച്ചത്. ഇവൾ എനിക്ക് കോഫിയൊക്കെ കൊണ്ടു തന്നെ. കണ്ടോ, I have like so much love for you. അവന്മാരെന്തേ? No, she doesn't want. എന്റെ ഫോണിൽ വിഷ്ണു കണ്ടോ, വിഷ്ണു. അനിൽ ഭരത് ദേ വരുന്നുണ്ട്. അൻസു എല്ലാരും ഇവിടെ കോഫി കുടിച്ചോണ്ടിരിക്കുക. സോ ഇനി പോകുന്ന വഴിക്കുള്ള വ്ലോഗ്സ് എല്ലാം നിങ്ങളെ കാണിക്കുന്നതാണ്. ഇത് എന്റെ കോഫിയാണേ. നീ കുടിച്ചു? കുടിച്ചില്ല. അതോ തുപ്പിട്ട് വെക്കി പോടാ. സോ നമ്മള് ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞ് തിരിച്ച് പോകുകയാണ്. അപ്പൊ ഇപ്പോഴത്തെ ഡ്രൈവർ ഷാഹിദ് കണ്ടോ, ഷാഹിദാണ് ഇപ്പോൾ ഡ്രൈവർ. புது பொறப்பு இது பிடிச்சிருக்குது இந்த தருணம். கனவுல தெரிஞ்சிருந்தத கையால் தொடணும். எது நடந்ததோ அதை மறந்து நீ தொடரு பயணம். இனி வரும் பொழுதுகள் தீராதே கொண்ட
യാത്രക്ക് ശേഷം നമ്മളിവിടെ ഒരു ധാബയിൽ ഫുഡ് കഴിക്കാനായിട്ട് ദേ നിർത്തി. വണ്ടിയെല്ലാം പാർക്ക് ചെയ്തു. എല്ലാരും ദേ കഴിക്കാനായിട്ട് പോകുകയാണ്. അപ്പം കഴിക്കാൻ പോവല്ലേ? ബാ. I started the vlog. എവിടെയാടി നമ്മൾ? അതെ എടി കാണിച്ചു കൊടുക്കേ. I don't know. This is one dhaba. We parked the car over here and we are going to eat dinner. എനിക്കറിയത്തില്ല. ശ്രീ കോട്ടെ ധാബ. You come and sit with us. Come. See, we are going to have our dinner. എന്തെടുക്കും അവിടെ? ഇരിക്കട അവിടെ ഇരിക്കാൻ. എടി കം ഓവർ ഹിയർ. ഇവിടെ വന്നിരി. അതിനെന്നാ 2 ചെയർ എടുത്തിട്ടാ പോരെ ഇവിടെ? 2 അല്ല 3. ആ ധാരാളം. നല്ല തണുപ്പുണ്ട്. നിന്റെ ജാക്കറ്റ് ബാക്ക് സീറ്റിൽ കിടപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും ഇവിടെ ഡിന്നർ കഴിച്ചിട്ടിരിക്കുകയാണ്. ഡിന്നർ എന്താ? ഇത് നാനും ചിക്കൻ കറി. ദാറ്റ് ഈസ് തന്തൂരി റൊട്ടി. സോറി ഇത് തന്തൂരി അതിപ്പോ 2 സെയിം അല്ലേ? അല്ല. എന്താണ് സി വിഷ്ണു കഴിക്കുമ്പം അങ്ങനെ മിണ്ടാറില്ല അല്ലേ വിഷ്ണു? ഷായത് എന്നെ മിണ്ടിക്കൊണ്ടേ കഴിക്കത്തുള്ളൂ. ആ യു ഓൺലി. Don't do that, man. അത് എന്റെ പട്ടി want some food, I guess. കൊടുത്തു ഞാൻ പോയിട്ടോ. നോക്കിക്കൊണ്ടിരിക്കുന്നു. ചിക്കൻ കഴിച്ചതിന് എന്തെങ്കിലും എല്ല് ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് ഇറങ്ങിയെടുക്കാം. ഒന്നും കൊടുത്തില്ലല്ലോ. ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടിയിൽ കയറി. ഇവർ എന്തൊക്കെയോ കുടിക്കുന്നുണ്ടല്ലോ. വേണ്ട. ഞങ്ങളപ്പോ ഇനി ഡയറക്റ്റ് ഇനി എവിടെ നിർത്തത്തില്ലല്ലോ. ഇനി ബാക്ക് ടു ബാംഗ്ലൂർ. ബാംഗ്ലൂർ എത്തിയോ? ബാംഗ്ലൂർ എത്തിയിട്ടൊന്നുമില്ല. ഇനി ഒരു 200 കിലോമീറ്റേഴ്സ് കൂടിയുണ്ട് ബാംഗ്ലൂരിലേക്ക്. അപ്പം മോസ്റ്റ്ലി വിൽ തിങ്ക് ഒരു 1 o'clock മുന്നേ എത്തും 1 o'clock നടക്കും എന്ന് വിചാരിക്കുന്നു. ഷാഹിദാണ് അപ്പോൾ ഡ്രൈവർ ഇന്നത്തെ. ബാക്കിയുള്ള ഡ്രൈവർ കൂടി ഷാഹിദാണ്. അപ്പം എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം അപ്പൊ ഞങ്ങളെ വിട്ട് പോവുകയാണ്. ആള് ഹായ് ചെറുതായി ഒന്ന് കുറച്ച് ലേറ്റ് ആയതാ. സോറി, ഞാൻ വേറൊരു ഇമോഷണൽ നിൽക്കായിരുന്നു. ഇപ്പൊ എല്ലാരും ഭയങ്കര സങ്കടത്തിലാണ്. പുതിയ ഫ്രണ്ട്സ്, പുതിയ കാര്യങ്ങള്. എല്ലാരും ഒന്ന് മിണ്ടാണ്ടിരിക്കും. അപ്പൊ ഞങ്ങള് കുറച്ചുപേര് ഇങ്ങനെ പോവാണ്. ഇത് അവസാന ഇത് ഞങ്ങളുടെ ആക്ച്വലി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ട്രിപ്പ് ആണെന്ന് തന്നെ പറയാം. സോ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 2 hours. പോത്തുകൾ തന്നെ ട്രിപ്പിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രിപ്പൊക്കെ ഇനിയും ഉണ്ടാവാൻ ചെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ആദ്യമൊക്കെ നമ്മൾ ഓർത്തിരിക്കണം എന്ന് മാത്രം. എന്റെ കൈയൊക്കെ പിടിച്ച് തല്ലി എന്നെ കൊന്നില്ല. കോശീസിലെ ഫ്രണ്ട്സിലൂടെ ആലിയ ട്രിപ്പ് എല്ലാം കഴിഞ്ഞിരിക്കുവാണ്. ഇനി 2 മണിക്കൂറിൽ നമ്മള് വീട്ടിലെത്തും. നിനക്ക് എന്താ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മളെ മറക്കാൻ പറഞ്ഞിട്ട് ആളിക്കിലൂടെ. ആലിയ ആക്ച്വലി ഇപ്പൊ ഭയങ്കര ഇമോഷണൽ ആണ്. ബിക്കോസ് അവള് കരഞ്ഞോണ്ടിരിക്കുവാണ്. ആകെ കരഞ്ഞ് ആകെ സങ്കടത്തിലിരിക്കുകയാണ്. എന്താ സംഭവം പറഞ്ഞാ, ആര്യ ഇനിയിപ്പോ പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾ എങ്ങനെയൊക്കെ ഒഴിവാക്കും. എനിക്ക് പുതിയ ഫ്രണ്ട്സിനെ കൊണ്ട് തന്നത്. ആ മോഹം കണ്ടോ? അയ്യോ ആലിയ, we are going to miss you. ആര്യ
കരയണ്ട ആലിയ പോട്ടെ. കരയണ്ട, സാരില്ല ആലിയ. ബാംഗ്ലൂർ വിട്ടേ പോവും. അനിൽ ഭരത് അൻപര് തിന്നു പോവടി. ഇതാ, ആലിയ ഇനി എടാ ആലിയ, എനിക്ക് അച്ചാറൊക്കെ വായിക്കാൻ പോണത് അച്ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 7 കടൽ കടന്ന് കടലൊക്കെ കടന്ന് ഇനി എപ്പോഴാ വരുന്നൊന്നും അറിയില്ല ആലിയ. കരയേണ്ട ഒരു സ്ഥിതി അത് ആലിക്ക് ഉണ്ടാവില്ല. കാരണം പുതിയ ഫ്രണ്ട്സൊക്കെ കിട്ടുമ്പോൾ എൻജോയ്മെന്റ് ഒക്കെ ആയിട്ട് അതൊക്കെ അത്രയുള്ളൂ. കോശിയിലെ ആൾക്കാരൊക്കെ കിട്ടി കഴിഞ്ഞാ ആള് വിളിക്കും. ഫ്രണ്ട് എടുത്ത് നോക്ക്, എല്ലാരും കാണിച്ചു കൊടുക്കും എന്താ പരിപാടി ഇവിടെ. ആക്ച്വലി ഞങ്ങള് വണ്ടി ഞങ്ങൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഇതും കൂടെ. ഇത് ബ്ലോഗിന്റെ അവസാനമായിട്ടാണ്. Yeah, this is the end of the vlog. ലൈക്സും വ്യൂസും കൂട്ടാനും ഒന്നുമല്ല. അയ്യോ കണ്ണൊക്കെ ഫുൾ ചുമന്നു. ആ എവ്രിബഡി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഇത് റിയൽ ടിയേഴ്സ് ആണ്. അവള് ശരിക്കും കരയുവാണ്. കാര്യം അറിയാം, ആദ്യം ഞങ്ങളുടെ അടുത്ത് പണ്ട് പറയാറുള്ള വാക്കുകൾ വിഷ്ണു ഒന്ന് പറഞ്ഞു കൊടുക്കടാ. എന്തൊക്കെയായിരുന്നടാ? ആ ഒരു രസമുള്ളൂ. എടാ ആര്യ തന്നെ പറഞ്ഞത് രസം. പക്ഷെ നീ ഒന്ന് പറയാ, തെറ്റിക്കഴിഞ്ഞാൽ ഉരുണ്ട് നടക്കും ഇങ്ങനെ. ആളിങ്ങനെ ഉരുണ്ട് എടാ എടാ ചിരി ചിരി വന്നു, ചിരി വന്നു. കള്ളക്കരിച്ചില്, കള്ളക്കരിച്ചില്. ആ ബ്ലാക്ക് ബാഗും ആ ഒരു കുപ്പി, ഒരു വാട്ടർ ബോട്ടിലും ബണ്ണ് തലയിലെ ബണ്ണ്. പിന്നെ ആഴ്ചയില് ബോട്ടിൽ മാറ്റും. അതൊക്കെ വല്ല LKG കുട്ടികൾക്കുള്ള ബോട്ടിൽ മാറ്റിട്ട് ആള് വരും. അതൊക്കെയാണ് മാസ്റ്റർ പീസ് കാര്യങ്ങൾ. അതൊക്കെ ആര്യ, നിങ്ങക്ക് അവസാനമായിട്ട് ഒരു ട്രീറ്റ് തരാൻ തോന്നുന്നുണ്ടോ? ദ എംപയർ റെസ്റ്റോറന്റ് ഒക്കെ പോവാ. നിന്റെ എല്ലാവർക്കും ഓരോ ചാർമ ചെയ്തോ പൊളിയെ. ഞാൻ കൊടുക്ക, സ്നേഹത്തിന്റെ പേരിൽ ഞാൻ കൊടുക്കണ്ട. ഇപ്പഴേ ആര്യ നമ്മൾ എഴുതി തള്ളി. ഇനി എത്ര പിള്ളേർക്കാണ് അവള് മറ്റേ പുട്ടും ചിക്കനും. പണ്ടൊക്കെ നമുക്ക് എന്തൊക്കെ വാങ്ങി തന്നിട്ടാണ്. പണ്ടൊക്കെ ഡെയിലി വിഷ്ണുവിന് ഓർമ്മ ഡീ പർപ്പിൾ ഡെയിലി കോഫിയും ബിസ്ക്കറ്റ് ഹൈഡൻസിക്കല്ല വാങ്ങി തന്നെ. ഡെയിലി കോഫി വാങ്ങി തന്ന ഒരാളായിരുന്നു ആര്യ. സീനാണ് മതിയടാ കൊച്ചിനെ കരയിപ്പിച്ച്. മതി 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 മതി. സംഭവം വേറൊരു സീനാണ്. വണ്ടി അപ്പൊ വേണമെങ്കിൽ വഴി നിൽക്കും, പെട്രോൾ കഴിയാനായിരിക്കും. പെട്രോൾ ഇല്ലേണോ? അപ്പം എല്ലാവർക്കും വേഗം ആലിയുടെ അക്കൗണ്ടിലേക്ക് ഇടുക. അല്ലെങ്കിൽ ആകെ ഓ ഇത് ഫുൾ അലമ്പാക്കുവാണല്ലോ. ബ്ലോഗും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഓക്കെ ഇത് എൻഡിങ് ചെയ്യട്ടെ. ആലിയ നീ തന്നെ പറ. ഞങ്ങളുടെ ട്രിപ്പ് ഓൾമോസ്റ്റ് കഴിയാറായി. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പറയടി. ഓക്കെ ആലിയ പറയുന്നില്ല. അപ്പം ആലിയ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടു എന്തായിരുന്നു ചാനലിന്റെ പേര്? ടാറ്റാ ബൈ ബൈ. അപ്പൊ അടുത്ത ബ്ലോഗുമായി കോശീസിൽ നിന്ന് ഞങ്ങൾ വീണ്ടും ആരംഭിക്കുന്നതാണ്. ഞങ്ങളല്ല, ആലിയ വീണ്ടും ആരംഭിക്കുന്നതാണ്. കോശീസിൽ നിന്ന് കോശീസിലെ പുതിയ ഫ്രണ്ട്സുമായിട്ട് നമ്മളെല്ലാം മറന്നിട്ട് കിളിക്കുന്നു. So wait and see. യെസ് ബൈ. Let's take a short break. ഷോർട്ട് അല്ലടാ ലോങ്. So let's take a long break, guys. Bye bye bye. ബൈ. छुड़ा के जाने कहाँ तू जाएगा है, जाए जहाँ भी चाहे സമയം എത്ര മണി? 2 മണി. ലാസ്റ്റ് എന്റെ വീട്ടിലെത്തി. എന്നെ അപ്രോച്ച് 24 hours ഒക്കെ അയക്കണേ. 25 hours ആയി ഇവിടെ പിക്ക് ചെയ്തിട്ട്. നല്ല 24 hours ഒക്കെ കഴിഞ്ഞു. 25 hours ആയി. 12:30 എന്തോ പിക്ക് പറ്റിക്കണല്ലോ. എന്തോ പറ്റിക്കണേ. കരഞ്ഞുറങ്ങിയതാ. ഒരാളെ മറ്റേ ഇത് തൊട്ട് മുന്നത്തെ മറ്റേ ബ്ലോഗിൽ കണ്ടായിരുന്നല്ലോ അല്ലെ, അതിലെ ആള് കരയണ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് മോങ്ങിയിട്ട് ഇങ്ങനെ കണ്ണൊക്കെ ചോത്ത് വെള്ളമൊക്കെ വന്ന്. അപ്പൊ ഞങ്ങളുടെ എന്താ ഇന്നത്തെ വ്ലോഗ് ഇന്നത്തെ അല്ല ഇന്നലത്തെ. അപ്പൊ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കാണ്. ഇനി ഇതിനെ കൊണ്ട് വീട്ടിലാക്കണം, ഇതിനെ കൊണ്ട് ഹോസ്റ്റലിലാക്കണം. ഇവിടെ 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 പിന്നെ അവന്മാരെല്ലാരും ഒരുമിച്ച. പിന്നെ ഇവര് രണ്ടുപേരും ഇനി എപ്പം കാണുമെന്ന് പോലും അറിയത്തില്ല. എന്താ ആള് ഉള്ളില് വണ്ടിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുക. എങ്കടാ ഇங்க இருக்கு, கை இருக்கு, தலைங்கடா. ഓക്കെ ശരി, ബൈ.
പോയിക്കേ. എടി, വെൽഡം, വെൽഡം, ബൈ, ബൈ. എത്ര നേരം തുറക്കില്ല ബൈ ബൈ. ഓക്കെ.